ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The motion of a particle is defined by the relation x is equal to 2t³ minus 6t square plus 15, where x is in meters and t in seconds. Determine the time, position and acceleration when the velocity is 0. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഗിവൺ വിത്ത് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം. ഡിസ്പ്ലേസ്മെന്റും ടൈമും പൊസിഷനും ടൈമും തമ്മിൽ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. എന്താണ് റിലേഷൻ? x is equal to 2t³ minus 6t square plus 15, and we need to find out what time, position and acceleration when the velocity is 0. velocity 0 ആകുമ്പോൾ, velocity 0 meter per second ആകുമ്പോൾ നമ്മൾ ടൈം കണ്ടുപിടിക്കണം, പൊസിഷൻ കണ്ടുപിടിക്കണം. പൊസിഷൻ എന്ന് പറയുമ്പോൾ എക്സ് തന്നെയാണ്. ദെൻ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ഇത് മൂന്നുമാണ് കണ്ടുപിടിക്കുന്നത് when velocity is equal to 0 meter per second. അപ്പോൾ we already know the relationship between velocity and displacement. Velocity v is equal to dx by dt. Okay, dx by dt. അപ്പോൾ ഇവിടെ നമുക്ക് x തന്നിട്ടുണ്ട്. അപ്പോൾ dx by dt, d by dt of x എന്ന് പറയുമ്പോൾ എന്താണ്? d by dt of x എന്ന് പറയുന്നത് x ന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് റിലേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട് in terms of time 2t³ minus 6t square plus 15. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2t³ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ 6t square അല്ലേ? t³ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ 3t square ആണ്. അപ്പോൾ 6t square വരും മൈനസ് 6t square. അപ്പോൾ 6t squareന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ t square 6 നമുക്ക് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് പുറത്ത് വരും. t squareന്റെ ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി 6 into 2t 12t വരും. പ്ലസ് 15ന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? ഇവിടെ എഴുതാം 6t square മൈനസ് 12t അല്ലേ? 6t square മൈനസ് 12t. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 6t square മൈനസ് 12t ഈസ് ഈക്വൽ ടു എന്താണ്? ഈസ് ഈക്വൽ ടു 0 വരുമ്പോഴുള്ള ടൈം കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു 0 വരുമ്പോഴുള്ള ടൈം കണ്ടുപിടിക്കണം. വെലോസിറ്റി 0 ആകുമ്പോഴുള്ള ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 6t square മൈനസ് 12t ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് t എന്ത് കിട്ടും? 6t square ഈസ് ഈക്വൽ ടു 12t, ദാറ്റ് ഈസ് t ഈസ് ഈക്വൽ ടു എത്ര വരും? 12t ഡിവൈഡഡ് ബൈ 6, that is equal to t square is equal to 12t divided by 6, that is equal to t is equal to എത്ര വരും? t is equal to എത്ര വരും? t is equal to ഈ t സ്ക്വയറും ഒരു ടീം ഇവിടെ വെട്ടത്തില്ല. t സ്ക്വയറിലെ ടീം ഇപ്പോഴത്തെ ടീം കൂടി വെട്ടിപ്പോയി കഴിഞ്ഞാൽ 12 divided by 6 എന്ന് വരും. that is equal to 2 seconds. ഓക്കെ, ഇപ്പോൾ ടൈം 2 seconds. അപ്പോൾ ഇനിയിപ്പോൾ ഈ ടൈം 2 seconds വരുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചാൽ മതി, എക്സ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമ്മുടെ ഈ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2t³ മൈനസ് 6t സ്ക്വയറിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടൈം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 into 2³ മൈനസ് 6 into 2 square പ്ലസ് 15. അപ്പോൾ ടൈം 2 seconds, അതായത് വെലോസിറ്റി 0 ആകുമ്പോൾ ടൈം 2 seconds ആണ്. അപ്പോൾ ആ സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പോൾ 2³ എന്ന് പറയുന്നത് 8 വരും. 8 into 2 16 വരും. ഓക്കെ, 8 into 2 16 മൈനസ് 2 square. 2 square is 4. 4 into 6 24 പ്ലസ് 15. ഓക്കെ, അപ്പോൾ 16 പ്ലസ് 15 എത്രയാണ്? 31. 31 മൈനസ് 24 7. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 7 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആക്സലറേഷൻ. നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ടൈം കണ്ടുപിടിച്ചു, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചു, ഇനി ആക്സലറേഷൻ. ടൈം 2 seconds വരുമ്പോഴാണ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെലോസിറ്റിയെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dv by dt, that is equal to d by dt of dx by dt. അപ്പോൾ ആക്സലറേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, that is equal to d square x by dt square. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? 6t മൈനസ് 12t. അപ്പോൾ അതിനെ ഒന്നുകൂടി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ? ഓൾറെഡി dx by dt നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കല്ലേ. അപ്പോൾ നമ്മൾ അത് ഒന്നുകൂടി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. 6t മൈനസ് 12t, d by dt of 6t മൈനസ് 12t, that is equal to എത്ര വരും? It is equal to d by dt of 6t square ആണ്. 6t square മൈനസ് 12t. അപ്പോൾ 6 into 2t, 6 into 2t minus 12, that is equal to 12t minus 12 എന്ന്.
ഓക്കെ 12t മൈനസ് 12 എന്നാണ്. അപ്പോൾ ആക്സലറേഷൻ ടൈം നമുക്ക് 2 സെക്കൻഡ്സ് വരുമ്പോൾ ടി ഈക്വൽ ടു 2 വെൻ ടി ഈക്വൽ ടു 2 സെക്കൻഡ്സ് വെൻ ടി ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആക്സലറേഷൻ എ ഈക്വൽ ടു എത്ര വരും? 12 ഇൻറ്റു 2 12 ഇൻറ്റു 2 എത്രയാണ്? 12 ഇൻറ്റു 2 24 മൈനസ് 12 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സലറേഷൻ ഈക്വൽ ടു 12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആക്സലറേഷൻ കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി, ടൈം കിട്ടി. വെൻ വെലോസിറ്റി ഈക്വൽ ടു 0 വരുമ്പോൾ. ഓക്കെ,